ഏറ്റെടുത്തിരിക്കുന്ന ഈ ഒരു റീഹാബിലിറ്റേഷൻ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു വെസ്റ്റേൺ ഡെമോക്രസിയിലൊക്കെ നടക്കുന്ന രീതിയിലുള്ള ഒരു പ്ലാനാണ് ഇപ്പം ഇതിൻ്റെ ഈ ടൗൺഷിപ്പിൻ്റെ ഒരു പ്ലാൻ എന്നുള്ളത്. എന്തായിരിക്കും അത്? പക്ഷേ നമുക്ക് വേണമെങ്കിൽ കുറച്ച് പൈസ എല്ലാവരും കൊടുത്തിട്ട് അങ്ങോട്ട് അവരെ വേണമെങ്കിൽ അങ്ങ് ഒഴിവാക്കി വിടായിരുന്നു. പക്ഷേ ഇതുപോലൊരു പക്ഷേ ഒരു ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ളൊരു റെസിഡൻഷ്യൽ അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിത മാർഗവുമായി ബന്ധപ്പെട്ടൊരു സംവിധാനം വേണമെന്ന് തോന്നാനുള്ള കാരണം എന്തായിരുന്നു? എന്താ അതിന് പറയുക, നമ്മുടെ നാടിൽ വലിയൊരു ദുരന്തമാണല്ലോ ഉണ്ടായത്. ഒരു രാത്രിയാണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഒന്നുമില്ലാതാകുന്ന അവസ്ഥയിലേക്ക് അവരെത്തിപ്പെടുകയാണ്. ജീവിതം തിരിച്ചു കിട്ടിയവർ, ഒരുപാട് ഉറ്റവർ ഉടയവരെല്ലാം നഷ്ടപ്പെട്ടും പോയി, അവരുടെ ജീവിതം ഒടുങ്ങിപ്പോയി. അപ്പോൾ അങ്ങനെ ബാക്കിയായ ആളുകൾ നമ്മൾ ചേർത്ത് പിടിക്കാൻ നമ്മുടെ സമൂഹത്തിന് ബാധ്യതയുണ്ട്. അപ്പോൾ അവരെ ശരിയായ രീതിയിൽ പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഉത്തരവാദിത്വം. അക്കാര്യത്തിൽ സഹായിക്കാൻ പലരും സന്നദ്ധമായി മുന്നോട്ടും വന്നു. അത് സ്വീകരിക്കുകയും നമ്മുടെ ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് കണ്ടത്. അതിൻ്റെ ഭാഗമായി ഒരു ടൗൺഷിപ്പ് തന്നെ ആവട്ടെ എന്നൊരു നില ഞങ്ങൾ ആലോചിച്ചപ്പോൾ പൊതുവിൽ കണ്ടു. ആദ്യഘട്ടത്തിൽ തന്നെ ആ ആലോചന ഞങ്ങൾ നടത്തി. അത് ടൗൺഷിപ്പ് ആവട്ടെ എന്ന നില വെച്ചുകൊണ്ടുള്ള നടപടികളാണ് ആരംഭിച്ചത്. അതിനുവേണ്ടിയാണ് സ്ഥലം നോക്കിയത്. ആ സ്ഥലം നോക്കിയപ്പോൾ അവിടെയുള്ള ആളുകൾ തന്നെ പരിശോധിച്ചുകൊണ്ട് സ്ഥലം കണ്ടെത്തുകയും ചെയ്തു. ആ കാര്യങ്ങളൊക്കെ കൂടുതൽ ഡോക്ടർ വേണുവിന് പറയാൻ. ടൗൺഷിപ്പ്, വീട്, ഉപജീവനം, അവരുടെ വിദൂര എന്താ പറയുക ആവശ്യങ്ങളോടുള്ള പ്രതികരണം, ഇങ്ങനെ ഒരു എല്ലാം കൂടി കോർത്തിണക്കിയിട്ടുള്ള ഒരു, എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ രൂപത്തിലുള്ള ഒരു പുനരധിവാസം എന്നുള്ളൊരു സങ്കല്പം നടപ്പിലാക്കിയതായിട്ട് എൻ്റെ അറിവിലില്ല. ഇതൊരു പുതിയ മാതൃക തന്നെയാണ്. പക്ഷേ അതിനെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ഒരു കാര്യം നമ്മൾ സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഈ ഇതിൻ്റെ ഈ പ്രശ്നം അഫക്റ്റഡ് ആയിട്ടുള്ള കുടുംബങ്ങളെ എല്ലാവരും നമ്മൾ വിളിച്ചു ചേർത്തു. സാറിന് ഓർമ്മയുണ്ടാവും. അന്ന് ആ വിളിച്ചു ചേർത്ത സമയത്ത് അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ എങ്ങനെയാണോ ജീവിച്ചിരുന്നത് ആ ഒരു ചുറ്റുപാട് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം. അതാണ് ഞങ്ങളുടെ മനസ്സിലുള്ള അതായത് എൻ്റെ ചുറ്റുമുണ്ടായിരുന്നവർ, എൻ്റെ അയൽപ്പക്കക്കാർ, എൻ്റെ സ്നേഹിതർ, ഇവരുടെ കൂടെ ആവണം ഇനിയും ഞങ്ങൾക്ക് ജീവിക്കേണ്ടത് എന്ന ഒരു വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് ഞങ്ങളോട് പറയുന്നത്. എന്ന് പറയുന്നത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇത് സാമ്പത്തികമായിട്ടുള്ളൊരു സഹായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള റീഹാബിലിറ്റേഷൻ അല്ല, മറിച്ച് ഈ ജീവിത രീതി, ഈ ജീവിത ശൈലി ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ ഉണ്ടാവും. മുമ്പുണ്ടായിരുന്ന ഒരു സാമൂഹ്യ ജീവിതത്തെ തന്നെ നമ്മൾ പുനഃസൃഷ്ടിക്കുക. അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ ആ ആഗ്രഹത്തെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി കാണുകയും അതിലൂടെയാണ് നമ്മൾ ഈ ഒരു ടൗൺഷിപ്പ് ആകുമ്പോഴേക്കും അവരെങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെയുള്ള ഒരു സമാനമായ ഒരു ജീവിത രീതിയിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ക്യാബിനറ്റ് വന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇത് എനിക്ക് തോന്നുന്നത് ഭാവിയിലേക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് രംഗത്ത് ഒരു ദേശീയ മാതൃകയാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് നഷ്ടപ്പെട്ടതൊരു വീടാണെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ടതൊരു വീടല്ല എന്ന് പറയുകയാണ് നമ്മൾ. ആ വ്യക്തിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, ആ ചുറ്റുപാട് ഒരുക്കുക, അവർക്ക് ഒരു ലൈവ്ലിഹുഡ് ഒരുക്കുക, വിദ്യാഭ്യാസം ഒരുക്കുക, അത് ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുവരിക. അതായത് നമ്മൾ അവർക്ക് വെറുതെ ഒരു നഷ്ടപ്പെട്ടത് എന്ത് തിരിച്ചു കൊടുക്കുക, ബിൽഡിംഗ് ബാക്ക് ബെറ്റർ എന്ന ഒരു കോൺസെപ്റ്റിലേക്ക് പ്രായോഗികമായിട്ട് കേരളം കാണിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് ഒരു ദുരന്ത നിവാരണത്തിൻ്റെ രംഗത്ത് നമ്മൾ പറയുകയാണ്. ദുരന്തം കഴിഞ്ഞാൽ അവർക്ക് ഒരുപടി മുന്നോട്ടാണ് നമ്മൾ കാണിക്കേണ്ടത്, ഒരുപടി ഉയരത്തിലേക്കാണ് അവരെ കൊണ്ടുപോകേണ്ടത് എന്ന മാതൃക നമ്മൾ